ഇൻഫൈൻ എൻ്റർടൈൻമെൻറ്റ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് SP മെഡിഫോർട്ട് മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലാണ്. ഈ സ്കൂളിൽ പഠിപ്പിക്കുന്ന ടീച്ചർമാരോട് ഞാൻ പറയും, നിങ്ങൾ തിരിച്ചു പൊക്കോ, ഞങ്ങൾ മുടി പോയെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ജോലിക്ക് പോകാതിരിക്കുമ്പോൾ യു ആർ സെൻഡിങ് എ റോങ് മെസ്സേജ് ടു ദ ചിൽഡ്രൻ. കുട്ടികൾക്ക് നിങ്ങൾ കൊടുക്കുക. അതിന് പകരം നിങ്ങളവിടെ ചെന്നിട്ട് പറയുവാണ്, എനിക്ക് അസുഖം വന്നു, ക്യാൻസറാണ്, ഞാൻ എൻ്റെ ഭാഗമായിട്ട് മുടി ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നുകൊണ്ടിരിക്കുന്നു, എൻ്റെ മുടി പോയി, ഈ മുടി തിരിച്ചു വന്നോളൂ. ഈ ആവർത്ത വിരാമം സംഭവിച്ച സ്ത്രീകളിൽ കൂടുതലായിട്ടും സ്ഥാനാർബുദം കാണുന്നു. അല്ല, ഇപ്പോൾ അത് പാറ്റേൺ മാറി. നമ്മളൊരു ഇപ്പോൾ നമ്മൾ പറയട്ടെ, 80 വയസ്സും 90 വയസ്സുള്ള സ്ത്രീകളിൽ പോലും ബ്രസ്റ്റ് ക്യാൻസർ കാണുന്നുണ്ട്. പണ്ടൊക്കെ ഒരു 20 വർഷം മുമ്പ് ഒരു 70 വയസ്സൊക്കെ കഴിഞ്ഞിട്ടുള്ള സ്ത്രീകൾ ബ്രസ്റ്റ് ക്യാൻസർ കാണുമ്പോൾ നമ്മളത് ഹോർമോൺ പോസിറ്റീവ്, ഈസ്ട്രോജൻ റിസപ്റ്റർ പോസിറ്റീവ് ആയിട്ടുള്ള ബ്രസ്റ്റ് ക്യാൻസർ ആയിരുന്നു. പക്ഷേ ഇന്നിപ്പോൾ അത് മാറിയിട്ട് 80 വയസ്സും 85 വയസ്സും വിശ്വസിക്കത്തില്ല, 90 വയസ്സുള്ള സ്ത്രീകളിൽ ബ്രസ്റ്റ് ക്യാൻസർ വന്നപ്പോൾ അത് ട്രിപ്പിൾ നെഗറ്റീവ് എന്ന് പറഞ്ഞിട്ടുള്ള, പണ്ടൊക്കെ നമ്മൾ കുറച്ചും അത് അഗ്രസീവായിട്ടുള്ള ചെറുപ്പക്കാരായിട്ടുള്ള സ്ത്രീകൾ കണ്ടുകൊണ്ടിരുന്ന ആ ഒരു പാറ്റേണൊക്കെ നമ്മൾ പ്രായം ചെന്ന സ്ത്രീകൾ കാണുന്നുണ്ട്. അത് എന്തുകൊണ്ടാണെന്നുള്ളത് നമുക്ക് അതിനോട് പലപ്പോഴും എക്സ്പ്ലനേഷൻ കിട്ടുന്നില്ല. പക്ഷേ ഇതൊരു റിയാലിറ്റിയാണ്. ഈ സ്ഥാനാർബുദത്തിന് നമ്മൾ ഉണ്ടോ ഇല്ലയോ എന്ന് തിരിച്ചറിയുന്ന മാമോഗ്രാം വഴിയാണോ, അതാണോ അതിൻ്റെ ഒരു? മാമോഗ്രാം ഒരു മെയിൻ ടെസ്റ്റ് തന്നെയാണ്. പക്ഷേ അത് മാമോഗ്രാം ഒരു 40-45 വയസ്സിന് ശേഷം മാത്രമേ ഉള്ളൂ യൂസ്ഫുൾ ആകത്തുള്ളൂ. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 40-45 വയസ്സ് വരെ ബ്രസ്റ്റിൻ്റെ ഡെൻസിറ്റി കൂടുതലാണ്. നമുക്കറിയാം, പ്രായം കൂടുന്നതനുസരിച്ചിട്ട് സ്ത്രീകളുടെയൊക്കെ ബ്രസ്റ്റിൻ്റെ ഒരു സാഗിങ് തുടങ്ങും. അതായത് അതിനകത്ത് ഫാറ്റ് കമ്പോണൻറ്റ് കൂടുതലാകും. അതിനകത്ത് ഡെൻസ് ആയിട്ടുള്ള മെറ്റീരിയൽ മാറി കുറച്ചും കൂടി ഫാറ്റ് ആയിരിക്കും കൂടുതലായിട്ട് വരുന്നത്. അപ്പോൾ മാത്രമേ ഉള്ളൂ ഈ പറഞ്ഞിട്ടുള്ള മാമോഗ്രാം നമുക്ക് യൂസ്ഫുൾ ആകും. നമുക്ക് ഈ പറഞ്ഞ പോലെ ബാക്കിയുള്ള ക്യാൻസറിനേക്കാളും നമുക്ക് ഈ ഒരു സ്ഥാനാർബുദം നമുക്ക് തന്നെ സ്വയം പെട്ടെന്ന് കണ്ടുപിടിക്കാൻ സാധിക്കും. സിംറ്റംസ് അതുപോലത്തെയാണ്. ഇപ്പോൾ ബ്രസ്റ്റിലുണ്ടാകുന്ന മുഴകൾ, അപ്പോൾ പിന്നെ ബ്രസ്റ്റിൻ്റെ ഷേപ്പിലുണ്ടാകുന്ന വ്യത്യാസം, മുലഞ്ഞിട്ട് അകത്തോട്ട് വലിഞ്ഞിരിക്കുക, അതൊക്കെയാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷണം. ഇന്ന് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇന്ന് ഞാൻ കണ്ടു 45 വയസ്സുള്ള ലേഡി സൗദിയിലായിരുന്നു ജോലി ചെയ്തുകൊണ്ടിരുന്നത്. അവർക്ക് അവിടെ വെച്ച് ഡയഗ്നോസ് ചെയ്തു. ഇന്നിപ്പോൾ ഇവിടെ തിരുവനന്തപുരത്ത് വന്ന് ഇവിടെ ടെസ്റ്റൊക്കെ ചെയ്ത് റിസൾട്ട് വേറെ ഹോസ്പിറ്റലിൽ കണ്ടുകൊണ്ട് നമ്മളിപ്പോൾ ഇന്ന് ഒപ്പീനിയൻ എടുക്കാൻ വേണ്ടി വന്ന് ഞാൻ പറഞ്ഞു, അവരിങ്ങനെ വൈഫില്ല, ഹസ്ബൻഡ് മാത്രമേ ഉള്ളൂ. പാനിക് അടിച്ചിട്ട് നമുക്ക് ആ മുഖത്തുനിന്ന് നമുക്കത് വായിച്ചെടുക്കാൻ പറ്റും. ഞാൻ പറഞ്ഞു, നിങ്ങൾ പേടിക്കാതെ ഇവിടെ ഒരു ഫ്ലാറ്റ് റെൻറ്റ് ചെയ്തിട്ട് അവർ താമസിക്കുക, എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ. ഞാൻ പറഞ്ഞു, ഇത്രയൊന്നുമില്ല, ടെസ്റ്റുകളൊക്കെ വന്ന് സമാധാനമായിട്ടിരിക്കുക. ഞാൻ റിസൾട്ട് സൈസൊക്കെ കുറച്ചേ ഉള്ള, ബാക്കി ഞാൻ പറഞ്ഞിട്ടുള്ള സ്കാനിങ്ങിനൊക്കെ കിട്ടി റിസൾട്ട് എല്ലാം കിട്ടാനുണ്ട്. നിങ്ങൾ വീട്ടിൽ തന്നെ ഇരിക്കാതെ നിങ്ങൾ പുറത്തിറങ്ങി എവിടെയെങ്കിലുമൊക്കെ സിനിമയ്ക്ക് പോകുകയോ പുറത്തിറങ്ങി പൊക്കോ, അല്ല ഡോക്ടറെ എങ്ങനെ ഞാൻ പറഞ്ഞു, നിങ്ങളിങ്ങനെ പേടിച്ചിരുന്നിട്ട് മാറ്റാനൊന്നും പറ്റത്തൊന്നുമില്ല. ആ ഒരു കോൺഫിഡൻസും കൂടി നമ്മൾ കൊടുക്കണം. ഇപ്പോൾ ക്യാൻസർ വന്നെന്ന് പറഞ്ഞാൽ നാട്ടുകാർ ചോദിക്കും, അവർ കറങ്ങി നടക്കുമെന്ന് പറയും. അവർക്ക് പോകുന്നതിന് പിന്നെ ഒരു പ്രശ്നവും ഇല്ല. പക്ഷെ നമ്മുടെ ആ ഒരു പേടിയാണ് സമൂഹത്തിന് ഇതിനകത്ത് കൂടുതൽ നയിക്കുന്നത്. SP മെഡിഫോർട്ടിൻ്റെ ചീഫ് കൺസൾട്ടൻറ്റ് ഓങ്കോളജി വിഭാഗം ഡോക്ടർ ബോബൻ തോമസ് ആണ് ഇന്ന് നമ്മളോടൊപ്പം ചേരുന്നത്. നമസ്കാരം ഡോക്ടർ. ഡോക്ടർ, പണ്ടെങ്ങും നമ്മൾ കേട്ടിട്ടില്ലാത്ത, ഭയപ്പാടോടെ ഒട്ടും തന്നെ നമ്മൾ കേട്ടിട്ടില്ലാത്തൊരു അസുഖത്തിൻ്റെ പേരാണ് ക്യാൻസർ എന്ന് പറയുന്നത്. ഇപ്പോൾ ഏറ്റവും അധികം ഭയപ്പാടോടെ ആളുകൾ കേൾക്കുന്ന ഒരു പേരാണ് ക്യാൻസർ എന്ന് പറയുന്നത്. ഇത് ഇപ്പോൾ അധികം സ്ത്രീകളിലേക്ക് വരുന്ന ഈ സ്ഥാനാർബുദത്തെക്കുറിച്ച് ഒന്ന് വിശദീകരിക്കാം. ഇല്ല, പണ്ട് ക്യാൻസർ ഇല്ല എന്നുള്ളത് ഒരു മിഥ്യാധാരണയാണ്. പണ്ടും ക്യാൻസർ ഉണ്ടായിരുന്നു. അത് ജനിച്ച മനുഷ്യൻ നമ്മുടെ ഹിസ്റ്ററി നോക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എന്താ പറയുക, ഈജിപ്തിലെ മമ്മീസിൽ പോലും സയൻറ്റിസ്റ്റുകൾ നോക്കിയപ്പോഴത്തേക്കിന് ചിലവരുടെ അകത്ത് ബ്രസ്റ്റ് ക്യാൻസർ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതായത് പുരാതന കാലം തൊട്ടേ ബ്രസ്റ്റ് ക്യാൻസറും ഉണ്ട്. ബ്രസ്റ്റ് ക്യാൻസറും സ്ത്രീകളിലും എല്ലാവർക്കും ഉണ്ട്. പിന്നെ കാലക്രമേണ അതിൻ്റെ എണ്ണം കൂടി വരുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ അതിനകത്ത് വന്നിട്ടുള്ളൂ. അപ്പം ബ്രസ്റ്റ് ക്യാൻസർ മനുഷ്യൻ അതായത് ഞാൻ പറയുന്നത് ഡോക്യുമെൻ്റ് ചെയ്ത സമയം തൊട്ട് തന്നെ, അതായത് ഹിസ്റ്ററി ഡോക്യുമെൻ്റ് ചെയ്ത അന്ന് തൊട്ട് ഇന്ന് വരെ ക്യാൻസറുണ്ട്. അതിൽ ബ്രസ്റ്റ് ക്യാൻസറും അന്ന് തൊട്ടും ഇന്നും ഉണ്ട്. പിന്നെ ഇത് എണ്ണം കൂടി എന്നുള്ളത് മാത്രമേ ഉള്ളൂ അതിനകത്ത് ഒരു വന്നിട്ടുള്ള വ്യത്യാസമുള്ളൂ. ചോദിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെയൊക്കെ ചെറുപ്പകാലങ്ങളിൽ നമ്മൾ ഈ ഒരു പേര് അധികം കേട്ടിട്ടേ ഇല്ല. ഇപ്പം ഈ കുറച്ച് നാളുകളായിട്ടാണല്ലോ അധികമായിട്ട് അത് കറക്റ്റ് തന്നെയാണ്. പണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ക്യാൻസർ ഉണ്ടെന്നുള്ള ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്. പക്ഷേ ഇത്ര നമ്പേഴ്സ് ഇല്ലായിരുന്നു. ഇപ്പോൾ ആ നമ്പർ ക്യാൻസർ രോഗികളുടെ എണ്ണത്തിൽ ഒരു ക്രമാതീതമായിട്ടുള്ളൊരു വർധനമാണ് ഉണ്ടായിക്കൊണ്ടിരുന്നത്. പിന്നെ അന്ന് ക്യാൻസർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പലതും നമുക്ക് ഡയഗ്നോസ് ചെയ്യാൻ പറ്റത്തില്ലാത്തൊരു സാഹചര്യത്തിലായിരുന്നു. ക്യാൻസർ ഉണ്ടെങ്കിലും പലപ്പോഴും അത് എന്തുകൊണ്ട് ആൾക്കാർ മരണപ്പെടുന്നു എന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കാൻ തിരിച്ചറിയുന്നില്ല. ഇന്ന് ആ സാഹചര്യമൊക്കെ മാറി. ഇന്നിപ്പോൾ സംഭവിക്കുന്ന മരണങ്ങളിൽ ഓൾമോസ്റ്റ് ഒരു 99% നമുക്ക് വ്യക്തമായിട്ടുള്ള കാരണം നമുക്ക് കണ്ടുപിടിക്കാം. ഹോസ്പിറ്റലിൽ നടക്കുന്ന മരണങ്ങളിൽ എല്ലാം നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. അപ്പോൾ അത് ക്യാൻസർ മൂലമാണോ വേറെ ഏതെങ്കിലും കാരണങ്ങൾ മൂലമാണോ എന്ന് നമുക്ക് വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അപ്പോൾ ആ ഒരു പിന്നെ ഹെൽത്ത് കെയറിൻ്റെ ഇമ്പ്രൂവ്മെൻറ്റ് കൊണ്ട് ആൾക്കാർ കുറച്ചും കൂടി എന്താ പറയുന്നത് ആ ഫെസിലിറ്റീസ് യൂസ് ചെയ്യാൻ തുടങ്ങി. നമ്മൾ കൂടുതൽ കേസുകൾ ഡയഗ്നോസ് ചെയ്യുന്നു. ഇത് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ക്യാൻസർ രോഗികളുടെ എണ്ണത്തിൽ ക്രമാതീതമായിട്ടുള്ളൊരു വർധന ഉണ്ടാക്കിയിട്ടുണ്ട്. അത് പ്രത്യേകിച്ച് ബ്രസ്റ്റ് ക്യാൻസറിൻ്റെ കേസിലാണ് നമ്മളത് ഏറ്റവും കൂടുതലായിട്ട് കാണുന്നത്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, പണ്ടുള്ള സ്ത്രീകളിൽ ഈ പറഞ്ഞ പോലെ തന്നെ ഈ ബ്രസ്റ്റ് ക്യാൻസർ പൊതുവെ ഇപ്പോഴത്തത് വെച്ച് നോക്കുമ്പോൾ വളരെ അപൂർവമായിട്ടാണല്ലോ വരുന്നത്. അതിനുള്ള പുതിയ തലമുറ അല്ലെങ്കിൽ പഴയ തലമുറയിൽ ഈ ഒരു അസുഖത്തിൻ്റെ ആ ഒരു കാഠിന്യം അല്ലെങ്കിൽ അത് നമുക്ക് കുറവായി കാണുന്നത് പണ്ട് കാലങ്ങളിൽ കുറവായിരുന്നു. ഇപ്പോൾ അത് വളരെയധികം കൂടുതലാണ്. അത് എന്തുകൊണ്ടായിരിക്കും അതങ്ങനെ? അല്ല, അതിൻ്റെ ഒരു റീസൺ എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ എണ്ണം കൂടിയിട്ടുണ്ട്. അപ്പം അതൊരു നാച്ചുറൽ പ്രോസസ്സായിട്ട് എണ്ണം കൂടിയിട്ടുണ്ട്. അപ്പോൾ ബ്രസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അവയവത്തിൻ്റെ പ്രൈമറി ഫങ്ഷൻ അത് മുലയൂട്ടുക എന്നുള്ളതാണ്. അതായത് ഒരു അവയവത്തിൻ്റെ പ്രൈമറി ആയിട്ടുള്ള ജോലി അതിനെ ചെയ്യണം. അത് ചെയ്തില്ലെങ്കിലാണ് ആ അവയവത്തിൽ അസുഖം വരാനുള്ള സാധ്യത കൂടുതലായിട്ട് വരുന്നത്. നമ്മൾ നോക്കുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞു ബ്രസ്റ്റിൻ്റെ മെയിൻ ആയിട്ടുള്ള ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ മുലയൂട്ടുക എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു അവയവം അതിൻ്റെ കൃത്യമായിട്ടുള്ള ജോലി ചെയ്യുന്നില്ലെങ്കിൽ അത് ആ അവയവത്തിൽ പലതരത്തിലുമുള്ള അസുഖം വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഒരു 2 തലമുറ അല്ലെങ്കിൽ 3 തലമുറ നോക്കി എൻ്റെ വീട്ടിലത്തെ കാര്യം തന്നെ പറയാം. എൻ്റെ ഗ്രാൻഡ് മദർ അവർ 6-7 മക്കളുണ്ടായിരുന്നു അവരുടെ തലമുറ. അത് കഴിഞ്ഞ് എൻ്റെ ഫാദറിൻ്റെയൊക്കെ ആയപ്പോഴും അവിടെ 6-7 പിള്ളേരുണ്ട്. എന്നൊക്കെ നോക്കുവാണെങ്കിൽ മിനിമം ഒരു ഏറ്റവും കുറഞ്ഞ ഒരു 1/2 ഡസൻ, ഏറ്റവും കൂടിയ ഒരു ഡസനിൽ കൂടുതലെങ്കിലും കുട്ടികൾ ഒരു വീട്ടിൽ തന്നെ ഉണ്ടാകും. അത് കഴിഞ്ഞ് എൻ്റെ ജനറേഷൻ ആയപ്പോൾ അത് വീട്ടിൽ 2 എന്നുള്ളത് അല്ലെങ്കിൽ 3 അത് കഴിഞ്ഞപ്പോഴത്തേക്കിന് എനിക്ക് എൻ്റെ മക്കളുടെ പ്രായമൊക്കെ എനിക്കൊക്കെ കുട്ടികളുണ്ടായി കഴിഞ്ഞപ്പോഴത്തേക്കിന് അത് 1. അതായത് കൂടുതൽ കുട്ടികളുടെ എണ്ണം കുറഞ്ഞു വന്നിട്ടുണ്ട്. ഇതെൻ്റെ ഒരു ഹൈപ്പോത്തസിസ് ആണ് കേട്ടോ. അപ്പോൾ കുട്ടികളുടെ എണ്ണം നമ്മളൊരു കഴിഞ്ഞ ഒരു നൂറ്റാണ്ട് മുമ്പ് എടുക്കുകയാണെങ്കിൽ അതിനെക്കാട്ടിലും എണ്ണം വളരെയധികം കുറഞ്ഞു വന്നിട്ടുള്ള സ്ഥിതിവിശേഷം. അപ്പോൾ മുലയൂട്ടുക എന്നുള്ള ആ ബ്രസ്റ്റിൻ്റെ പ്രൈമറി ആയിട്ടുള്ള ഫങ്ഷൻ നടത്താതെ പോകുന്നത് കൊണ്ടായിരിക്കാം ഒരു പക്ഷേ ഈ പറഞ്ഞിട്ടുള്ള ക്യാൻസറിൻ്റെ. ഇതിന് കൃത്യമായിട്ടുള്ള ഒരു സ്റ്റഡിയോ അങ്ങനെയൊന്നുമില്ല. ഇത് നമ്മളൊരു സിമ്പിൾ ഹൈപ്പോത്തസിസ് അല്ലെങ്കിൽ സിമ്പിൾ ഒരു ലോജിക്ക് ഉപയോഗിച്ചിട്ടുള്ളത് തന്നെയായിരിക്കും. അതായിരിക്കും ഒരു പക്ഷേ ഇത് പറയുമ്പോഴത്തേക്കിന് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങളുണ്ട്. ഈ പറഞ്ഞിട്ടുള്ള ട്രഡീഷണലായിട്ടുള്ള റിസ്ക് ഫാക്ടേഴ്സ്, നമ്മൾ ബ്രസ്റ്റ് ക്യാൻസറിൻ്റെ ട്രഡീഷണൽ ആയിട്ടുള്ള റിസ്ക് ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എയർലി മെനാർക്കി, അതായത് മാസമുറ വളരെ നേരത്തെ തുടങ്ങുക, ലേറ്റ് മെനോപോസ് മാസമുറ നേരത്തെ ലേറ്റായിട്ട് തീരുക, കുട്ടികൾ ആദ്യം തന്നെ മുലയൂട്ടാതിരിക്കുക, ലേറ്റ് പ്രഗ്നൻസി അവരെ തന്നെ മുലയൂട്ടാതിരിക്കുക, അല്ലെങ്കിൽ വളരെ ചെറിയ ഡ്യൂറേഷൻ മുലയൂട്ടുക. ഇതെല്ലാം ഈ പറഞ്ഞിട്ടുള്ള റിസ്ക് ഫാക്ടേഴ്സ് ഇല്ലാത്തവർക്ക് പോലും ബ്രസ്റ്റ് ക്യാൻസർ വരുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ട്. പക്ഷേ നമ്മൾ കമ്മ്യൂണിറ്റി പെർസ്പെക്റ്റീവിൽ നമ്മൾ പറയുമ്പോഴത്തേക്കിന് ഒരു പക്ഷേ കുട്ടികളുടെ എണ്ണം കുറവായതുകൊണ്ടാകാം കമ്മ്യൂണിറ്റിയിൽ ഈ പറഞ്ഞിട്ടുള്ള ബ്രസ്റ്റ് ക്യാൻസറിൻ്റെ എണ്ണം കൂടുന്നത് വേണം നമ്മൾ അസ്യൂം ചെയ്യും. അപ്പം നമ്മൾ മുന്നേക്ക് ഞാനും കേട്ടിട്ടുള്ളതാണ്, ഈ മുലയൂട്ടുന്ന അമ്മമാരിൽ പൊതുവെ ഇത് വരാനുള്ള സാധ്യത കുറവാണ് എന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇപ്പോഴത്തെ പുതിയ തലമുറ ഈ പറഞ്ഞ പോലെ ബ്രസ്റ്റ് ഫീഡിംഗ് ഒന്നും അധികം ആഗ്രഹിക്കാത്ത കുട്ടികളാണ് പലരും ഉള്ളത്. കുറേ പേരൊക്കെ ഉണ്ടാവും, പക്ഷേ എന്നാലും മിക്കവർക്കും ജോലി തിരക്ക് കാര്യങ്ങളൊക്കെ കാരണം പലരും അത് തന്നെയാണ് നമ്മൾ ആദ്യം പറഞ്ഞിട്ടുള്ള സംഭവം. ഒരു അവയവത്തിന് അതിൻ്റെ പ്രൈമറി ആയിട്ടുള്ള അതിൻ്റെ ഫങ്ഷൻ ചെയ്യാൻ അനുവദിക്കാത്തത് കൊണ്ടാകാം ഒരു പക്ഷേ നമുക്കിത് വരുന്നത്. അതല്ലാതെ നമുക്ക് ഇത്രയും വലിയൊരു ഹൈ ഇൻസിഡൻസ് നമുക്ക് എന്തുകൊണ്ട് വരുന്നു എന്നുള്ളത് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ നമുക്ക് പറ്റില്ല. അപ്പോൾ ഇപ്പോഴത്തെ ഈ ഒരു ലൈഫ് സ്റ്റൈൽ തന്നെയാണ് കൂടുതലും ഈ ഒരു രോഗം കൂടുതൽ കയറി പോകാനുള്ള കാരണം. അതല്ലെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കുട്ടിയെ തന്നെ വളർത്താൻ ഇന്നത്തെ സാമ്പത്തികമായിട്ടും വലിയ ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പോൾ 2 കഴിയുമ്പോഴും 3, 4, 6 ഒക്കെ ആകുമ്പോൾ അതുണ്ടാകുന്ന പ്രശ്നങ്ങൾ വേറെ തന്നെയാണ്. ബ്രസ്റ്റ് ഫീഡിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു കുട്ടിയെ ഉണ്ടെങ്കിൽ പോലും മാക്സിമം ബ്രസ്റ്റ് ഫീഡിങ് നടത്തുക. കാരണം ആ സമയത്ത് ഈസ്ട്രോജൻ കട്ട് ഓഫ് ആണ് ഉണ്ടാകുന്നത്. ഹോർമോൺസിൻ്റെ വ്യത്യാസം വന്നിട്ട് ആ ഒരു ഈസ്ട്രോജൻ ചേഞ്ചസ് ഒക്കെ വന്നുകൊണ്ട് ചില വ്യത്യാസങ്ങൾ ബോഡിക്കകത്ത് സംഭവിച്ചു. പിന്നെ പ്രൊലാക്റ്റിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഹോർമോൺ സെക്രീറ്റ് ചെയ്തുകൊണ്ട് മിൽക്ക് വരുന്നു. അങ്ങനെയൊക്കെ ആ ഒരു നോർമൽ പ്രോസസ്സ് പോകുമ്പോഴത്തേക്കിനായിരിക്കും ഒരു പക്ഷേ ഈ പറഞ്ഞിട്ടുള്ള ഒരു പ്രൊട്ടക്റ്റീവ് മെക്കാനിസം ശരീരത്തിന് കിട്ടിക്കൊണ്ടിരുന്നത്. ഈ ആവർത്തവ വിരാമം സംഭവിച്ച സ്ത്രീകളിൽ കൂടുതലായിട്ടും
സ്ഥാനാർബുദം കാണുന്നുണ്ട്. അല്ല, ഇപ്പോൾ അതല്ല, ആ പാറ്റേൺ മാറി. നമ്മളൊരു ഇപ്പോൾ നമ്മൾ പറയട്ടെ 80 വയസ്സും 90 വയസ്സുള്ള സ്ത്രീകളിൽ പോലും ബ്രസ്റ്റ് ക്യാൻസർ കാണുന്നുണ്ട്. പണ്ടൊക്കെ ഒരു 20 വർഷം മുമ്പ് ഒരു 70 വയസ്സൊക്കെ കഴിഞ്ഞിട്ടുള്ള സ്ത്രീകൾ ബ്രസ്റ്റ് ക്യാൻസർ കാണുമ്പോൾ നമ്മളത് ഹോർമോൺ പോസിറ്റീവ്, ഈസ്ട്രോജൻ റിസപ്റ്റർ പോസിറ്റീവ് ആയിട്ടുള്ള ബ്രസ്റ്റ് ക്യാൻസർ ആയിരുന്നു. പക്ഷേ ഇന്നിപ്പോൾ അത് മാറിയിട്ട് 80 വയസ്സും 85 വയസ്സും വിശ്വസിക്കത്തില്ല 90 വയസ്സുള്ള സ്ത്രീകളിൽ ബ്രസ്റ്റ് ക്യാൻസർ വന്നപ്പോൾ അത് ട്രിപ്പിൾ നെഗറ്റീവ് എന്ന് പറഞ്ഞിട്ടുള്ള, പണ്ടൊക്കെ നമ്മൾ കുറച്ചും അത് അഗ്രസീവായിട്ടുള്ള ചെറുപ്പക്കാരായിട്ടുള്ള സ്ത്രീകളിൽ കണ്ടുകൊണ്ടിരുന്ന ആ ഒരു പാറ്റേൺ ഒക്കെ നമ്മൾ പ്രായം ചെന്ന സ്ത്രീകൾ കാണുന്നുണ്ട്. അത് എന്തുകൊണ്ടാണെന്നുള്ളത് നമുക്ക് അതിനോട് പലപ്പോഴും എക്സ്പ്ലനേഷൻ കിട്ടുന്നില്ല. പക്ഷേ ഇതൊരു റിയാലിറ്റിയാണ്. നേരത്തെയൊക്കെ ഒരു 70 വയസ്സൊക്കെ കഴിഞ്ഞ സ്ത്രീകൾ നമുക്ക് നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള ഹോർമോൺ നോക്കേണ്ട പോലും നമുക്കറിയായിരുന്നു അത് പോസിറ്റീവ് ആയിരിക്കും എന്നുള്ളത്. ഇന്ന് 85ഉം 90ഉം വയസ്സ് കഴിഞ്ഞിട്ടുള്ള സ്ത്രീകളിൽ വന്ന ബ്രസ്റ്റ് ക്യാൻസറിൽ നമ്മൾ നോക്കുമ്പോഴത്തേക്കിന് സർപ്രൈസിങ്, അത് ഒരിടത്ത് മാത്രമല്ല, ഒരു ലോകമെമ്പാടും ആ ഒരു ഫിനോമിനാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ചെറിയ പ്രായമുള്ള കുട്ടികളിലേക്കും ഈ ഒരു അർബുദം വരാനുള്ള ബ്രസ്റ്റ് ക്യാൻസർ കാണുന്നുണ്ട്. നേരത്തെയൊക്കെ ഒരു 20 വയസ്സിലൊക്കെ ഉള്ളൊരു സ്ത്രീകളൊക്കെ ബ്രസ്റ്റിലൊരു മുഴയൊക്കെ ആയിട്ട് വരുവാണെങ്കിൽ നമ്മൾ ക്യാൻസറിൻ്റെ ടെസ്റ്റുകളൊന്നും ചെയ്യത്തില്ലായിരുന്നു. അത് വേണ്ടാന്ന് പറഞ്ഞ് നമ്മളതിന് ഫൈബ്രോഡിനോമ ക്യാൻസർ അല്ലാത്ത മുഴകളെന്നൊക്കെ പറഞ്ഞ് നമ്മൾ വിടുമായിരുന്നു. പക്ഷേ ഇന്നിപ്പോൾ ആ കാലഘട്ടം മാറി. ഇന്നിപ്പോൾ ആ വരുന്നവരിൽ പോലും ബ്രസ്റ്റ് ക്യാൻസർ കാണുന്നുണ്ട്. ഏറ്റവും പ്രായം കുറഞ്ഞ ബ്രസ്റ്റ് ക്യാൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 19 വയസ്സുള്ള ഒരു സ്ത്രീയിൽ, ഒരു കുട്ടിയിൽ, സ്ത്രീ എന്ന് പോലും പറയാൻ പറ്റത്തില്ല, ഒരു കുട്ടിയിൽ ബ്രസ്റ്റ് ക്യാൻസർ ഡയഗ്നോസ് ചെയ്തിട്ടുണ്ട്. അപ്പം ആ ഒരു എണ്ണത്തിൽ വർധന വന്നിട്ടുണ്ട്. പിന്നെ ആ ക്യാൻസറിൻ്റെ ബയോളജി, അതിലെ സ്വഭാവത്തിലും വ്യത്യാസം വന്നിട്ടുണ്ട്. ഇതിനൊന്നും കൃത്യമായിട്ടുള്ള ഒരു റീസൺ നമുക്കില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലത്തെയുള്ള പല പല തിയറീസ്, പല പല അസംഷൻസ്, അതൊക്കെയാണ് നമുക്ക് കൂടുതലായിട്ടും നമുക്ക് ഇതിൻ്റെ അകത്ത് ഇപ്പോൾ ചെയ്യാൻ പറ്റുന്നത്. ഇത് നമുക്ക് സ്വയം തിരിച്ചറിയാൻ വളരെ ഈസിയാണെന്ന് പറയുന്നുണ്ട്. നമുക്ക് തന്നെ അത് കണ്ടെത്താൻ ഈസിയാണെന്ന് പറയുന്നുണ്ട്. അതിൽ എത്രത്തോളം സത്യമാണ്? കാരണം ഏതെങ്കിലും ഒരു ക്യാൻസറിനെ നമുക്ക് ആരംഭഘട്ടത്തിൽ കണ്ടുപിടിക്കാൻ സാധിക്കുകയാണെങ്കിൽ അത് ബ്രസ്റ്റ് ക്യാൻസർ മാത്രമേ ഉള്ളൂ. കാരണം ബ്രസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള അവയവം ശരീരത്തിന് പുറത്തുള്ള അവയവമായതുകൊണ്ട്, ഇപ്പോൾ ലങ്സിലോ ലിവറിലോ വൻകുടലിലോ പാൻക്രിയാസിലോ ഏതെങ്കിലും ഉണ്ടാകുന്ന ക്യാൻസർ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല, അത് അകത്തായതുകൊണ്ട്. പക്ഷേ ബ്രസ്റ്റിൽ വരുന്ന ഒരു മുഴ നമുക്ക് വളരെ തന്നെ ആദ്യം തന്നെ കണ്ടുപിടിക്കാൻ സാധിക്കും. ഈ കഴിഞ്ഞ ഞാനിപ്പോൾ ഒരു പ്രാക്ടീസ് തുടങ്ങിയിട്ട് 20 വർഷത്തോളമായി. 20 വർഷത്തിനിടയ്ക്ക് നമ്മൾ എത്രയോ പറഞ്ഞിട്ടും പല പല മീറ്റിങ്ങുകളിലും എല്ലാ ഫോറത്തിൽ പറഞ്ഞിട്ടും ഇന്നും എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള സ്ത്രീകൾ പോലും അത് ഇഗ്നോർ ചെയ്യുന്നില്ല. അതിനെ ഇഗ്നോർ ചെയ്യുന്നു. അത് വളരെ അഡ്വാൻസ് സ്റ്റേജിൽ വരുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഒരു യാഥാർത്ഥ്യം. അതിൻ്റെ ഒരു റീസൺ എന്ന് പറയുന്നത്, ഈ ക്യാൻസർ എന്നുള്ള രോഗമുണ്ടെന്ന് എല്ലാവർക്കും അറിയാം. ബ്രസ്റ്റ് ക്യാൻസർ സ്ത്രീകൾ വരുന്ന ഏറ്റവും കോമൺ ക്യാൻസർ ആണെന്നും എല്ലാവർക്കും അറിയാം. പക്ഷേ അത് എനിക്ക് വരുമെന്ന് നമ്മളാരും വിശ്വസിക്കുന്നു. എനിക്കോ എൻ്റെ വേണ്ടപ്പെട്ടവർക്കോ എൻ്റെ സുഹൃത്തുക്കൾക്കോ നമുക്ക് വേണ്ടപ്പെട്ടവർക്കോ ഈ അസുഖം വരുമെന്ന് നമ്മളാരും വിശ്വസിക്കുന്നില്ല. അവിടെയാണ് നമ്മൾ ഓരോരുത്തരും നമുക്ക് തെറ്റ് സംഭവിക്കുന്നത്. പല സ്ത്രീകളും എന്തെങ്കിലും ഇതുപോലുള്ള ചെറിയ സിംറ്റംസ് ഒക്കെ കാണുമ്പോഴും അവരതിനെ ഇഗ്നോർ ചെയ്യുകയാണ് ചെയ്യുന്നത്. പിന്നെ അവർ പലപ്പോഴും ഈ പറഞ്ഞ പോലെ കുടുംബമാണ്, അവരുടെ പല അസുഖങ്ങളും മറച്ചു വെച്ച് മുന്നോട്ട് പോവുകയാണ് ചെയ്യുന്നത്. പക്ഷേ നമുക്ക് ഈ പറഞ്ഞ പോലെ ബാക്കിയുള്ള ക്യാൻസറിനേക്കാളും നമുക്ക് ഈ ഒരു സ്ഥാനാർബുദം നമുക്ക് തന്നെ സ്വയം പെട്ടെന്ന് കണ്ടുപിടിക്കാൻ കഴിയുന്നത് കൊണ്ട് സിംറ്റംസ് അതുപോലത്തെയാണ്. ഇപ്പോൾ ബ്രസ്റ്റിലുണ്ടാകുന്ന മുഴകൾ, അപ്പോൾ പിന്നെ ബ്രസ്റ്റിൻ്റെ ഷേപ്പിലുണ്ടാകുന്ന വ്യത്യാസം, മുലഞ്ഞിട്ട് അകത്തോട്ട് വലിഞ്ഞിരിക്കുക, അതൊക്കെയാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷണം. പിന്നെ ഒരു മുഴയുടെ കാര്യം പറഞ്ഞപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ക്യാൻസർ മൂലമുള്ള മുഴകൾ ആരംഭഘട്ടത്തിൽ വേദനയൊന്നും കാണത്തൊന്നുമില്ല. അപ്പോൾ വേദന ഇല്ലാത്ത മുഴകളെയാണ് നമ്മൾ പേടിക്കേണ്ടത്. പലപ്പോഴും സ്ത്രീകൾ വന്ന് ചോദിക്കും, സാറേ അത് കുഴപ്പമില്ലായിരുന്നു, വേദന ഇല്ലാത്തത് കൊണ്ട് ഞങ്ങൾ പോയില്ലെന്നാണ് പറയുന്നത്. അപ്പോൾ പെയിൻലെസ് ആയിട്ടുള്ള മുഴകളെ നമ്മൾ ഈക്വലി പേടിക്കണം. വേദനയുള്ള ഏത് സംഭവമാണെങ്കിലും നമ്മൾ ഇമ്മീഡിയറ്റ്ലി ഹോസ്പിറ്റലിൽ പോകും. നമ്മുടെ ഏതെങ്കിലും ഭാഗത്ത് വേദന വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇമ്മീഡിയറ്റ്ലി പോകും. വേദന ഇല്ലെങ്കിൽ ആ കുഴപ്പമില്ല എന്ന് പറഞ്ഞ് നമ്മൾ വെച്ചോണ്ടിരിക്കും. എല്ലാവരും പറയുന്നുണ്ട് ഇപ്പോൾ വേദന ഇല്ലല്ലോ പിന്നെ നമുക്ക് പോകണ്ട. അത് തന്നെയാണ് തെറ്റിപ്പോകുന്നത്. ക്യാൻസറിനെ പറ്റി ഞങ്ങൾ പറയുന്ന ടെർമിനോളജി ഉണ്ട്. ക്യാൻസർ ഈസ് വെരി കൈൻഡ് ടു ദ പേഷ്യൻറ്റ് ഇൻ ദ ഏർലി സ്റ്റേജ്. ആരംഭഘട്ടത്തിൽ ക്യാൻസറിനെ പോലെ നിരുപദ്രവകാരിയായിട്ടുള്ള രോഗമില്ല. നമ്മൾ ബ്രസ്റ്റ് ക്യാൻസർ എടുക്കുക, ബ്രസ്റ്റിലൊരു ചെറിയ മുഴ, അതോടെ ഇരുന്നൊരു കുഴപ്പമില്ല, അത് വലുതാകുന്നു, വേദനയില്ല, ഒരു പ്രശ്നവും ഇല്ല. പക്ഷെ ക്യാൻസർ അതിൻ്റെ വിശ്വരൂപം, അതിൻ്റെ സൈലൻ്റ് അല്ല, കില്ലർ ആകുമ്പോഴത്തേക്കിനത് സൈലൻസ് ഒക്കെ മാറ്റും. ആ സമയത്താണ് അതിൻ്റെ വിശ്വരൂപം അത് പ്രകടിപ്പിച്ചുകൊണ്ട് വരുന്നത്. അപ്പോൾ ആരംഭഘട്ടത്തിൽ കണ്ടുപിടിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചികിത്സിച്ച് ഭേദമാക്കാൻ കഴിയുന്ന ഒരു ക്യാൻസറാണ് ഏത് ക്യാൻസറിനെയും നമുക്ക് സാധിക്കാൻ പറ്റും. അതിലെ ബ്രസ്റ്റ് ക്യാൻസറാണ് നമുക്ക് ലങ്സിലോ ലിവറിലോ ഉള്ളതിനെക്കാട്ടിലും നമുക്ക് കൂടുതൽ കണ്ടുപിടിക്കാൻ സാധ്യത വളരെ കൂടുതലാണ്. ഏർലി സ്റ്റേജിലൊക്കെ കണ്ടുപിടിക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് 90-95% കൂടുതൽ ക്യൂർ റേറ്റ് ഉണ്ട്. നമ്മൾ വരുത്തി വയ്ക്കുന്ന അസുഖമല്ല പലത്, നമുക്ക് വന്നു പോകുന്നതാണ്. പക്ഷെ നമ്മളതിനെപ്പറ്റി അവെയർ ആയിട്ടിരിക്കുക, ഞാനും നമ്മളെല്ലാവരും ഉൾപ്പെടെ നമുക്ക് ആർക്ക് വേണമെങ്കിലും വരാം.
അത് ഞാൻ സിമ്പിളായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിൽ കോടാനുകോടി കോശങ്ങളുണ്ട്. അത് ഓരോ സെക്കൻഡ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പോലും ഇത് ഫാസ്റ്റായിട്ട് മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുക. അതിൽ ഒരു സെല്ല് തീരുമാനിച്ചാൽ മതി, ഒരു സെല്ലിൽ നിന്നാണ് ഒരു ക്യാൻസർ തുടങ്ങുന്നത്, ആ സെല്ല് തീരുമാനിച്ചാൽ മതി ക്യാൻസർ തുടങ്ങാൻ. അത് ദാറ്റ് മീൻസ് ദാറ്റ് ഓൾ ഓഫ് us ആർ വൾണറബിൾ ടു ദിസ് ഡിസീസ്. അപ്പം നമുക്ക് ഈ സ്ഥാനാർബുദം പിന്നെ നമുക്കിപ്പോൾ ഉണ്ടോ ഇല്ലയോ എന്ത് തന്നെ ആയാലും നമുക്ക് ഇതിനെന്തെങ്കിലും ഒരു കരുതൽ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു ടെസ്റ്റുകളോ മറ്റോ ഏത് പ്രായത്തിലുള്ള സ്ത്രീകളാണ് കൂടുതലായിട്ട് ചെയ്തു വരേണ്ടത്? ഞാൻ പറഞ്ഞത് സാധാരണ നമ്മളൊരു നേരത്തെയൊക്കെ ഒരു പാറ്റേൺ എന്നൊക്കെ പറഞ്ഞ ഒരു 40-50 വയസ്സിലേക്കായിരുന്നു കൂടുതലായിട്ട്. പക്ഷേ ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു 19 വയസ്സ് തൊട്ട് ഈ ഒരു സംഭവമുണ്ട്. അപ്പോൾ ഓരോ സ്ത്രീയും മനസ്സിലാക്കേണ്ട ഒരു ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം, ഒരു വ്യക്തി സ്ത്രീയായിട്ട് ജനിച്ചതുകൊണ്ട് മാത്രം അവർക്ക് ബ്രസ്റ്റ് ക്യാൻസർ വരുവാനുള്ള സാധ്യത കൂടുതലാണെന്നുള്ളത്. ബ്രസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള അവയവം സ്ത്രീകൾക്കും ഉണ്ട് പുരുഷന്മാരിലും ഉണ്ട്. സ്ത്രീകളിലുണ്ടാകുന്ന ക്യാൻസർ 33 മുതൽ 35%, അതായത് 1/3 ക്യാൻസറും ബ്രസ്റ്റിലാണ്. പുരുഷന്മാരിലുണ്ടാകുന്ന ക്യാൻസറിൽ 1% താഴെ മാത്രമേ ഉള്ളൂ ബ്രസ്റ്റ് ക്യാൻസർ ഉള്ളൂ. അതൊന്നും നമ്മൾ മനസ്സിലാക്കേണ്ടത് തന്നെ, ഒരു വ്യക്തി സ്ത്രീയായിട്ട് ജനിച്ചത് കൊണ്ട് മാത്രം അവർക്ക് ബ്രസ്റ്റ് ക്യാൻസർ വരുവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഓരോ സ്ത്രീയും മനസ്സിലാക്കേണ്ടതായിട്ടുള്ള ഏറ്റവും വലിയൊരു കാര്യം, അവർക്ക് പുരുഷന്മാരെ അപേക്ഷിച്ച് ബ്രസ്റ്റ് ക്യാൻസർ വരുവാൻ ബ്രസ്റ്റ് എന്നുള്ള അവയവമുള്ള പുരുഷനും ബ്രസ്റ്റ് എന്ന അവയവമുള്ള സ്ത്രീയും ഉണ്ട്. സ്ത്രീക്ക് പുരുഷന്മാരെ അപേക്ഷിച്ച് 35% കൂടുതലാണ് കണക്കുകൾ വെച്ച് പറയുന്നത് ചാൻസസ്. അത് നമ്മൾ മനസ്സിലാക്കണം. പുരുഷന്മാർക്കും ഈ ഒരു അസുഖം വളരെ 1% താഴെ മാത്രം. അപ്പോൾ നമ്മൾ ഇതിനെപ്പറ്റി അവെയർ ആയിരിക്കുക. അപ്പോൾ നമ്മൾ ഒരു വ്യക്തി, ഞാൻ പറഞ്ഞ്, ജസ്റ്റ് ബിക്കോസ് യു ആർ ബോൺ ആസ് എ ഫീമെയിൽ യു ആർ അറ്റ് എൻ ഇൻക്രീസ് റിസ്ക് ഓഫ് ഡെവലപ്പിംഗ് ബ്രസ്റ്റ് ക്യാൻസർ, ഒന്നാമത്. രണ്ടാമത്, ഏത് പ്രായത്തിൽ വേണമെങ്കിലും ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 20 വയസ്സിനുള്ളിൽ വേണം വരാം. അപ്പം നമുക്കൊരു അവയർനെസ് വേണം. അപ്പോൾ ഏറ്റവും സിമ്പിളായിട്ട് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ വൾണറബിൾ ആണെന്ന് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട്, നാളെ പാനിക് അടിച്ച് പേടിച്ച് ക്യാൻസർ എന്ന് ചിന്തിക്കുന്നതല്ല. നമ്മൾ ബ്രസ്റ്റ് സെൽഫ് എക്സാമിനേഷൻ ഏറ്റവും സിമ്പിളായിട്ട് ചെയ്യാവുന്ന ഒരു സംഭവമാണ് ബ്രസ്റ്റ് സെൽഫ് എക്സാമിനേഷൻ. അതൊരു ഹോസ്പിറ്റലിലും പോകണ്ട, ഒരു ഡോക്ടറുടെ അടുത്തും പോകണ്ട, ഒരു സ്കാനും ചെയ്യേണ്ട. നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന മാറ്റം നമുക്ക് മനസ്സിലാക്കാൻ നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള ആ ഒരു പ്രിക്കോഷണറി മെഷേഴ്സ്, അല്ലെങ്കിൽ പ്രിക്കോഷണറി എന്നുള്ളതല്ല, അതിന് വേണ്ടിയിട്ടുള്ള ആ ഒരു എഫേർട്ട് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ വ്യത്യാസങ്ങളുണ്ടോ ഇല്ലയോ എന്നുള്ളത് കണ്ടുപിടിക്കാൻ സാധിക്കും. ഈ സ്ഥാനാർബുദത്തിന് നമ്മൾ ഉണ്ടോ ഇല്ലയോ എന്ന് തിരിച്ചറിയുന്ന മാമോഗ്രാം വഴിയാണോ? അതാണോ അതിൻ്റെ ഒരു? മാമോഗ്രാം ഒരു മെയിൻ ടെസ്റ്റ് തന്നെയാണ്. പക്ഷേ അത് മാമോഗ്രാം ഒരു 40-45 വയസ്സിന് ശേഷം മാത്രമേ ഉള്ളൂ യൂസ്ഫുൾ ആകത്തുള്ളൂ. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 40-45 വയസ്സ് വരെ ബ്രസ്റ്റിൻ്റെ ഡെൻസിറ്റി കൂടുതലാണ്. നമുക്കറിയാം, പ്രായം കൂടുന്നതനുസരിച്ചിട്ട് സ്ത്രീകളുടെയൊക്കെ ബ്രസ്റ്റിൻ്റെ ഒരു സാഗിങ് തുടങ്ങും. അതായത് അതിനകത്ത് ഫാറ്റ് കമ്പോണൻറ്റ് കൂടുതലാകും. അതിനകത്ത് ഡെൻസ് ആയിട്ടുള്ള മെറ്റീരിയൽ മാറി കുറച്ചും കൂടി ഫാറ്റ് ആയിരിക്കും കൂടുതലായിട്ട് വരുന്നത്. അപ്പോൾ മാത്രമേ ഉള്ളൂ ഈ പറഞ്ഞിട്ടുള്ള മാമോഗ്രാം നമുക്ക് യൂസ്ഫുൾ ആകത്തുള്ളൂ. അതിൽ ചെറിയ പ്രായത്തിൽ നമുക്ക് പലപ്പോഴും കണ്ടുപിടിക്കാൻ സാധിക്കത്തില്ല. പക്ഷെ അവിടെയാണ് ബ്രസ്റ്റ് സെൽഫ് എക്സാമിനേഷൻ ഇമ്പോർട്ടൻറ്റും. പിന്നെ ഹൈ റിസ്ക് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ നമുക്ക് അവർക്ക് ചെയ്യാമെന്നുള്ളത് MR മാമോഗ്രാം. പക്ഷെ അത് വളരെ വളരെ എക്സ്പെൻസീവാണ്. അത് ചുമ്മാ പോയി എല്ലാവരും MR മാമോഗ്രാം എടുക്കേണ്ട കാര്യമില്ല. പക്ഷേ നമ്മളൊരു ഹൈ റിസ്ക് ആയിട്ടുള്ള ഫാമിലിയിൽ നമുക്ക് ഹിസ്റ്ററിയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള ടെസ്റ്റ് നമുക്ക് ചെയ്യേണ്ടതായിട്ട് വരും. അല്ലെങ്കിൽ മാമോഗ്രാമാണ് അതിനകത്ത് നമ്മൾ റൊട്ടീനിൽ പറയുന്നത്. സ്ഥാനാർബുദം ഇപ്പം സ്റ്റേജ് 1, 2, 3, 4 അങ്ങനെ നമ്മൾ പറയാറുണ്ടല്ലോ. ഇതിൽ നമുക്ക് ഏത് സ്റ്റേജ് വരെയാണ് നമുക്കൊരു സേഫായിട്ട്, അല്ലെന്നുണ്ടെങ്കിൽ നമുക്കിത് ക്യൂർ ചെയ്യാം എന്നുള്ളൊരു ലെവലിലേക്ക്? ഞാൻ പറഞ്ഞു, സ്റ്റേജ് കൂടുന്നതനുസരിച്ചിട്ട് ക്യൂർ റേറ്റ് കുറയും. സ്റ്റേജ് 1 ഞാൻ നേരത്തെ പറഞ്ഞു നമുക്കൊരു 90-95% വരെ ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റും. അത് 2ഉം 3ഉം ആകുമ്പോൾ കുറഞ്ഞു വരും. സ്റ്റേജ് 4 ആകുമ്പോഴത്തേക്കും നമുക്കതിനെ ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റാത്ത ലെവലിലോട്ട് വരും. അപ്പോൾ എയർലി സ്റ്റേജിൽ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് പ്രാക്ടിക്കലി ക്യൂറാണ്. പക്ഷേ എയർലി സ്റ്റേജ് ഇത് പറയുമ്പോഴത്തേക്കും തന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ക്യാൻസറിൻ്റെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ബയോളജി മാറിയിട്ടുണ്ടെന്ന്. അപ്പോൾ എയർലി സ്റ്റേജ് കണ്ടുപിടിച്ചത് കൊണ്ട് മാത്രം എല്ലാ ക്യാൻസറും ചിലപ്പോൾ നമുക്ക് ഭേദമാക്കാൻ പറ്റിയെന്ന് വരത്തില്ല. പക്ഷേ മജോറിറ്റി ക്യാൻസർ 90% കൂടുതൽ പറ്റും. അന്നേരം നമ്മൾ പറയും 100% നമ്മൾ അന്നേരം നമുക്ക് പറയാൻ പറ്റത്തില്ല. കാരണം ചിലപ്പോൾ ഭയങ്കര അഗ്രസീവായിട്ടുള്ള ബയോളജിയുള്ള ക്യാൻസർ ആയിരിക്കും, ചിലപ്പോൾ മരുന്നുകളോട് നമ്മൾ വിചാരിച്ച രീതി പ്രതികരിക്കാത്ത ബ്രസ്റ്റ് ക്യാൻസറുകളായിരിക്കും. അങ്ങനെയൊക്കെ വരികയാണെങ്കിൽ ചിലപ്പോൾ വരും. പക്ഷേ എയർലി സ്റ്റേജ് ആണെങ്കിൽ തിയറിറ്റിക്കലി നമുക്ക് ക്യൂർ റേറ്റ് വളരെ വളരെ കൂടുതലാണ്. ഈ ക്യാൻസറും ഹെറിഡിറ്റിയും എങ്ങനെയാണ്? അത് ഒരുപാട് നമ്മൾ കേട്ടിട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ പാരമ്പര്യമായിട്ട് നമ്മളുടെ തലമുറകളിൽ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളിലേക്ക് അത് എത്തും എന്നുള്ളത് അതിൽ എത്രത്തോളം ശരിയുണ്ട്? അല്ല, ക്യാൻസർ ഒരു ജനിതക അസുഖമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതെ. ജനിതക അസുഖം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കേണ്ടത് പാരമ്പര്യമായിട്ട് വരുന്നത് മാത്രമല്ല. പാരമ്പര്യമായിട്ട് വരുന്ന ക്യാൻസറുകളുടെ എണ്ണം നോക്കുകയാണെങ്കിൽ അത് ടോട്ടൽ ക്യാൻസറിന് എടുത്തു കഴിഞ്ഞാൽ 10% അതിൽ താഴെയുള്ളൂ പാരമ്പര്യമായിട്ട് ഒരു തലമുറയിൽ നിന്ന് അടുത്ത തലമുറയിലോട്ട് വരുന്നത്. പക്ഷേ നമ്മൾ എടുക്കുന്ന ഓരോ ക്യാൻസറും ഒരു ജനറ്റിക് ഡിസീസാണ്. കാരണം ആ ജനറ്റിക് ഡിസീസ് പാരമ്പര്യമായിട്ട് വരുന്നതല്ല, ആ വ്യക്തിയിൽ സംഭവിക്കുന്ന ജനിതകമായിട്ടുള്ള മാറ്റം. ഞങ്ങളുടെ ഭാഷയിൽ പറഞ്ഞ് അതിന് സോമാറ്റിക് മ്യൂട്ടേഷൻ എന്ന് പറയും. പാരമ്പര്യമായിട്ട് വരുന്നതിന് ഞങ്ങളുടെ ഭാഷയിൽ പറഞ്ഞ് ജേം ലൈൻ മ്യൂട്ടേഷൻ. അപ്പോൾ ജേം ലൈൻ മ്യൂട്ടേഷൻ മൂലം ക്യാൻസറുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രസ്റ്റ് ക്യാൻസർ പോലും 10% താഴെയുള്ളൂ.
പക്ഷേ എല്ലാ ക്യാൻസറിലും ആ വ്യക്തിയിൽ സംഭവിക്കുന്ന ചില ജനിതകമായിട്ടുള്ള മാറ്റങ്ങൾ കൊണ്ടാണ് സംഭവിക്കുന്നത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോഴത്തേക്കിന് എല്ലാ ഇതാണ്. പക്ഷേ 10% അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലെസ് ദാൻ 10% അല്ല അപ്രോക്സിമേറ്റ്ലി 10% ക്യാൻസറുകളായിരിക്കും ബ്രസ്റ്റ് ക്യാൻസറിൽ നമ്മൾ പാരമ്പര്യമായിട്ട് പറയത്തുള്ളൂ. സ്ത്രീകളുടെ ഒരു പ്രധാന അവയവമാണല്ലോ സ്തനം എന്ന് പറയുന്നത്. അപ്പോൾ അത് നമുക്ക് ഇപ്പോൾ പൂർണ്ണമായി നീക്കം ചെയ്തുകൊണ്ടുള്ള ശസ്ത്രക്രിയകളാണോ അതോ നൂതനമായിട്ടുള്ള ശസ്ത്രക്രിയ രീതികൾ എന്തൊക്കെയാണ്? അല്ലേ, പണ്ടായിരുന്നു ബ്രസ്റ്റ് ക്യാൻസർ വരുന്ന ഓരോ വ്യക്തിയിലും ബ്രസ്റ്റ് ഫുൾ എടുത്ത് മാറ്റിക്കൊണ്ടിരിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ. ബ്രസ്റ്റ് ഈസ് ദ സൈൻ ഓഫ് ഫെമിനിറ്റി, അതായത് ഒരു സ്ത്രീത്വത്തിൻ്റെ ഒരു ലക്ഷണമാണ് അതിൻ്റെ സ്തനങ്ങൾ, ബ്രസ്റ്റ് എന്ന് പറയുന്നത്. അത് സ്തനങ്ങൾ നഷ്ടപ്പെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സ്ത്രീകൾക്ക് വളരെ വേദനാജനകമായിട്ടുള്ള ഒരു കാര്യം. കോൺഫിഡൻസ്, അത് അവരുടെ സ്ത്രീത്വം തന്നെ ചോദ്യം ചെയ്യപ്പെട്ടു എന്നുള്ള ഒരു ഫീലിംഗ് വരുന്നുള്ളതാണ്. അപ്പം മോഡേൺ ഓൺകോളജിയിൽ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഓർഗൻ പ്രിസർവേഷൻ അപ്രോച്ചാണ്. അതായത് ആ അവയവം നിലനിർത്തിക്കൊണ്ട് തന്നെ നമുക്ക് ഇന്ന് ചെയ്യാൻ പറ്റുമെന്നുള്ളത് രീതിയിലോട്ട് നമ്മൾക്കിപ്പോൾ ടെക്നോളജി ബെറ്റർ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഏർലി സ്റ്റേജിൽ മുഴ വളരെ ചെറുതാണെങ്കിൽ നമ്മൾ മുഴ മാത്രം എടുത്താൽ മതി. സൈസൊക്കെ കൂടുതലാണെങ്കിൽ ഇപ്പോൾ അത് കൺസെപ്റ്റൊക്കെ മാറി. ആദ്യം തന്നെ സർജറി ചെയ്യാതെ മരുന്ന് കൊടുത്ത് അതിനെ ചുരുക്കിക്കൊണ്ട് വന്ന് ആ മുഴയിരുന്ന ഭാഗം മാത്രം എടുത്ത് മാറ്റുന്ന ബ്രസ്റ്റ് കൺസർവേഷൻ സർജറിയിലോട്ട് ഇപ്പോൾ മോഡേൺ ഓൺകോളജി വളരെയധികം മുന്നോട്ട് വന്നിട്ടുണ്ട്. അപ്പം ആ ടെക്നോളജിക്കൽ ഇമ്പ്രൂവ്മെൻറ്റ് നമുക്ക് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇപ്പോഴത്തെ ഈ ഒരു ടെക്നോളജിക്ക് മുന്നേ ഈ സ്തനാർബുദം വന്ന് മൊത്തത്തിൽ ബ്രസ്റ്റ് നീക്കം ചെയ്ത ഒരു യുവതിക്ക് തിരിച്ച് അത് റീകൺസ്ട്രക്ഷൻ ചെയ്യാനുണ്ട്. സെക്കൻഡറി റീകൺസ്ട്രക്ഷൻ ഓപ്ഷൻസ് ഉണ്ട്. അത് പ്ലാസ്റ്റിക് സർജറിയൊക്കെ നല്ല രീതിയിൽ, അത് പല ടെക്നിക്കുകളുണ്ട്. ഇംപ്ലാന്റ് വെച്ചിട്ടുള്ളതുണ്ട്, സ്കിൻ തന്നെ എടുത്ത് മസിലൊക്കെ എടുത്ത് വെക്കുന്നതുണ്ട്. അങ്ങനെ പല ടെക്നിക്കുണ്ട്. പക്ഷേ മജോറിറ്റി കേസിലും നമുക്ക് ബ്രസ്റ്റ് അവരുടെ തന്നെ സ്വന്തം ബ്രസ്റ്റ് നിലനിർത്തിക്കൊണ്ട് തന്നെ നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. പക്ഷെ എല്ലാവർക്കും വളരെ പേടിയാണ്. പേടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടുകാരാണ് പേടിപ്പിക്കുന്നത്. നമ്മൾ പറയും കുഴപ്പമില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാലും നാട്ടുകാർ വന്നിട്ടാണ് പലപ്പോഴും പറയുന്നത് അതെന്തിനത് മൊത്തം എടുത്ത് കളയേണ്ടത്, അവരുടെ അല്ല ബ്രസ്റ്റ് പോകുന്ന അവർക്കാണ്. അന്നേരത്തെ ഒരു പേടിയുടെ പുറത്ത് അവർ വന്ന് അവർ എടുത്ത് കളഞ്ഞേക്കാൻ പറയും. പുറത്ത് പോയി നഖമോ തലമുടിയോ പോലെ തിരിച്ചു വരുന്ന സംഭവമൊന്നുമല്ല, പോയത് തന്നെയാണ്. പേടിപ്പെടുത്തും, ഇത് മുഴുവൻ എടുത്ത് കളഞ്ഞില്ലെങ്കിൽ ഇന്നും തിരിച്ചു വരാനുള്ള ചാൻസ്. അതുകൊണ്ട് അങ്ങനെയില്ല, മുഴയെടുത്തിട്ട് അതിനുശേഷം നമ്മൾ ആ ഭാഗത്തോട്ട് നമ്മൾ റേഡിയേഷനോടെ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ബ്രസ്റ്റ് ഫുള്ളായിട്ട് എടുത്ത് മാറ്റുന്നതിൻ്റെ സെയിം റിസൾട്ട് തന്നെയാണ്. നമ്മളിത് പലപ്പോഴും ഇത് പറഞ്ഞ പോലെ ആൾക്കാർക്ക് ആദ്യം ആ ഒരു ഡയഗ്നോസിസ് ക്യാൻസറോ പ്രത്യേകിച്ച് ബ്രസ്റ്റ് ക്യാൻസർ വന്നു കഴിഞ്ഞാൽ ഭയങ്കര പാനിക് അടിച്ചിട്ടാണ് ഇരിക്കുന്നത്. പിന്നെ അവർക്ക് കിട്ടുന്ന ഇൻഫർമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെപ്പറ്റി ഒന്നും അറിയാൻ മേലാത്തവരാണ് ഏറ്റവും കൂടുതൽ പറയുന്നത്. കൂടുതലും ചുറ്റുപാടുള്ള ആൾക്കാരുടെ ഇൻവോൾവ്മെന്റ് ഇതിനെപ്പറ്റി ഒന്നും അറിയാൻ മേലാത്ത ആൾക്കാർ കയറിയിട്ടാണ് അഭിപ്രായങ്ങൾ പറയുന്നത്. നമ്മുടെ നാട്ടിൽ അത് പ്രത്യേകിച്ച് വളരെ കൂടുതലുമാണ്. പലയിടത്തും അതുകൊണ്ട് അതും ഇപ്പോഴുണ്ട്. ഇപ്പൊ അതിനകത്ത് കുറച്ചൊക്കെ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. പക്ഷെ ഇന്ന് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇന്ന് ഞാൻ കണ്ടു 45 വയസ്സുള്ള ലേഡി സൗദിയിലായിരുന്നു ജോലി ചെയ്തുകൊണ്ടിരുന്നത്. അവർക്ക് അവിടെ വെച്ച് ഡയഗ്നോസ് ചെയ്തു. ഇന്നിപ്പോൾ ഇവിടെ തിരുവനന്തപുരത്ത് വന്ന് ഇവിടെ ടെസ്റ്റൊക്കെ ചെയ്ത് റിസൾട്ട് വേറെ ഹോസ്പിറ്റലിൽ കണ്ടുകൊണ്ട് നമ്മളിപ്പോൾ ഇന്ന് ഒപ്പീനിയൻ എടുക്കാൻ വേണ്ടി വന്ന് ഞാൻ പറഞ്ഞു അവരിങ്ങനെ വൈഫില്ല, ഹസ്ബൻഡ് മാത്രമേ ഉള്ളൂ. പാനിക് അടിച്ചിട്ട് നമുക്ക് ആ മുഖത്തുനിന്ന് നമുക്കത് വായിച്ചെടുക്കാൻ പറ്റും. ഞാൻ പറഞ്ഞു ഞങ്ങൾ പേടിക്കാതെ ഇവിടെ ഒരു ഫ്ലാറ്റ് റെൻറ്റ് ചെയ്തിട്ട് അവർ താമസിക്കുക, എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ. ഞാൻ പറഞ്ഞു ഇത്രയൊന്നും ഇല്ല, ടെസ്റ്റുകളൊക്കെ വന്ന് സമാധാനമായിട്ടിരിക്കുക. ഞാൻ റിസൾട്ട് സൈസൊക്കെ കുറച്ചേ ഉള്ള, ബാക്കി ഞാൻ പറഞ്ഞിട്ടുള്ള സ്കാനിങ്ങിനൊക്കെ കിട്ടി റിസൾട്ട് എല്ലാം കിട്ടാനുണ്ട്. നിങ്ങൾ വീട്ടിൽ തന്നെ ഇരിക്കാതെ നിങ്ങൾ പുറത്തിറങ്ങി എവിടെയെങ്കിലുമൊക്കെ സിനിമയ്ക്ക് പോകുകയോ പുറത്തിറങ്ങി പൊക്കോ, അല്ല ഡോക്ടറെ എങ്ങനെ പേടി. ഞാൻ പറഞ്ഞു നിങ്ങളിങ്ങനെ പേടിച്ചിരുന്നിട്ട് മാറ്റാനൊന്നും പറ്റത്തൊന്നുമില്ല. ആ ഒരു കോൺഫിഡൻസും കൂടി നമ്മൾ കൊടുക്കണം. ഇപ്പോൾ ക്യാൻസർ വന്നെന്ന് അറിയാൻ നാട്ടുകാർ ചോദിക്കും അവർ കറങ്ങി നടക്കുമെന്ന് പറയും. അവർക്ക് പോകുന്നതിന് പിന്നെ ഒരു പ്രശ്നവും ഇല്ല. പക്ഷെ നമ്മുടെ ആ ഒരു പേടിയാണ് സമൂഹത്തിന് ഇതിനകത്ത് കൂടുതൽ നയിക്കുന്നത്. നമുക്കിപ്പോൾ ഈ ഒരു അസുഖം ഉണ്ടെങ്കിലും നമ്മൾ എന്തൊക്കെ ജോലികൾ ചെയ്തിരുന്നോ ആ ഒരു ജോലികളിലേക്കൊക്കെ നമുക്ക് ഇപ്പൊ ചികിത്സയിൽ ഇരിക്കെ തന്നെ നമുക്ക് ഒരു പ്രശ്നവും ചെയ്യാനുള്ള ഇപ്പോൾ സപ്പോർട്ടീവ് കെയർ മെഡിസിൻ എന്ന് പറഞ്ഞുകൊണ്ട്, അതായത് പണ്ടൊക്കെ ക്യാൻസറിന്റെ കീമോയൊക്കെ എടുക്കുമ്പോഴത്തേക്കും ഏറ്റവും വലിയ പേടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഛർദിലൊക്കെ ആയിരുന്നു. ഇപ്പോൾ ആൾക്കാരൊന്നും ഛർദിക്കാറില്ല. ഇപ്പോൾ ക്യാൻസറിന് കീമോതെറാപ്പി എടുത്ത് ഛർദിക്കുന്നവരുടെ എണ്ണം നോക്കുവാണെങ്കിൽ ഒരു 5% പോലും ഇല്ല. കാരണം വളരെ നല്ല ഇഫക്റ്റീവ് ആയിട്ടുള്ള ഛർദിൽ നിയന്ത്രിക്കുന്ന മെഡിസിൻസ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ വേറെ സപ്പോർട്ടീവ് കെയർ മെഡിസിൻസും ഒക്കെ നമുക്ക് വന്നിട്ടുണ്ട്. അപ്പം അതൊന്നും പ്രശ്നമൊന്നുമില്ല. പിന്നെ ഒരു ക്ഷീണം കുറച്ച് പ്രശ്നങ്ങളൊക്കെ കാണും. കൗണ്ട് കൂടാനുള്ള ഇഞ്ചക്ഷൻ ഉണ്ട്. ആൾക്കാരുടെ ജോലിക്ക് പൊക്കോളാൻ ഞങ്ങൾ പറഞ്ഞാൽ പിന്നെ കുറച്ച് പ്രിക്കോഷൻസ് ഒക്കെ നമ്മൾ എടുക്കണം. ചില ജോലിക്ക് നമ്മൾ അഡ്വൈസ് ചെയ്യത്തില്ല. പക്ഷെ ഓഫീസ് വർക്കൊക്കെ ഈസി ആയിട്ട് ചെയ്യാം, ഒരു പ്രശ്നവും ഇല്ല. മറ്റുള്ള അസുഖങ്ങളിൽ നമ്മൾ ചികിത്സിക്കുന്ന പോലെ തന്നെ അതേ ഒരു ലാഘവത്തോടെ എന്നാൽ കുറച്ചുകൂടി അതിനെടുക്കേണ്ട ചില പ്രിക്കോഷൻസ് ഒക്കെ എടുത്തുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് പോകാനുള്ളത്.
കൂടുതൽ ഇതിനെ ഭയത്തോടെ കാണേണ്ട ആവശ്യമില്ല എന്നാണ്. ഇല്ല, അത് ക്യാൻസർ എന്ന് പറയുമ്പോൾ എല്ലാ ക്യാൻസറും ഒരുപോലെയല്ല. ഇപ്പോൾ നമ്മളിപ്പോൾ എയർലി സ്റ്റേജ് ബ്രസ്റ്റ് ക്യാൻസർ ഒക്കെ ആണെങ്കിൽ ഒരു പ്രശ്നവും ഇല്ല. അവർക്ക് സർജറി ചെയ്ത് 3-4 ദിവസം കഴിയുമ്പോൾ ഡ്രെയിൻ ഊരി അല്ലെങ്കിൽ ആ ഒരു കോൺഫിഡൻസോട് ആൾക്കാർ പോയി കഴിഞ്ഞാൽ ഇത് മാറാനുള്ളതേ ഉള്ളൂ. ഇന്ന് ഞാൻ പറയുമ്പോഴത്തേനും എല്ലാ ക്യാൻസർ ഇതുപോലെയാണെന്നില്ല, എല്ലാം ഇല്ല. ഓരോ ക്യാൻസർ അതിൻ്റെ സ്റ്റേജിനെ വെച്ചിട്ടാണ്. വളരെ ആൾക്കാർ വേണം ജോലിക്ക്. ഞങ്ങൾ പറഞ്ഞാൽ പോലും ആൾക്കാർ പോകത്തില്ല. സ്കൂളിൽ പഠിക്കുന്ന ടീച്ചർമാർ നിങ്ങൾ പൊക്കോളാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവർ പറയും ഇല്ല, ലീവ് എടുത്ത് 6 മാസം. ഞാൻ പറഞ്ഞു നിങ്ങൾ എന്തിനാണ് ലീവ് എടുക്കുന്നത്? ലീവ് എടുക്കുന്നത് കൊണ്ട് നിങ്ങൾ കൊടുക്കുന്ന ഒരു വളരെ റോങ് മെസ്സേജാണ് കൊടുക്കുന്നത്. അതായത് ഈ അസുഖം വന്നു കഴിഞ്ഞാൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ള റോങ് മെസ്സേജാണ്. അപ്പോൾ സ്കൂളിൽ പഠിപ്പിക്കുന്ന ടീച്ചർമാരോട് ഞാൻ പറയും നിങ്ങൾ തിരിച്ചു പൊക്കോ, മുടി പോയെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ജോലിക്ക് പോകാതിരിക്കുമ്പോൾ യു ആർ സെൻഡിങ് എ റോങ് മെസ്സേജ് ടു ദ ചിൽഡ്രൻ. കുട്ടികൾക്ക് നിങ്ങൾ കൊടുക്കുക. അതിന് പകരം നിങ്ങളവിടെ ചെന്നിട്ട് പറയുവാണ് എനിക്ക് അസുഖം വന്നു, ക്യാൻസറാണ്, ഞാൻ എൻ്റെ ഭാഗമായിട്ട് മുടി ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നുകൊണ്ടിരിക്കുന്നു, എൻ്റെ മുടി പോയി, ഈ മുടി തിരിച്ചു വന്നോളൂ. പക്ഷേ എൻ്റെ പാഷൻ ആ ഒരു അത്രയും പിള്ളേർക്കിടയ്ക്ക് നമ്മൾ ആ ഒരു ടീച്ചർ പോയിട്ട് അത് പറയുന്ന ഒരു സീൻ ഒന്ന് ആലോചിച്ച് നോക്കിക്കുക. എന്ത് സ്ട്രോങ് മെസ്സേജാണ്. ഞങ്ങൾ ഈ പറയുന്നതിനെക്കാട്ടിലും എന്ത് ഇമ്പാക്റ്റാണ് ഒരു ജനറേഷനടുത്ത്. പക്ഷെ ആരും ചെയ്യത്തില്ല. അതാണ് ചെയ്യേണ്ടത്. കീമോ എടുത്തെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ മുടി പോയിട്ടല്ല. ഇത് ഇന്നത്തെ കാലത്ത് ഇതൊന്നും ആരും ബോധർ ചെയ്യത്തൊന്നുമില്ല. തീർച്ചയായിട്ടും അതൊരു നല്ലൊരു മെസ്സേജ് ആയിരിക്കും. അങ്ങനെ അതാണ് അവർ ടീച്ചർമാർ. അത് ഞങ്ങൾ പോയി പറഞ്ഞു കഴിഞ്ഞാൽ ഡോക്ടർമാർ അങ്ങനെ പറയത്തുള്ളൂ. പക്ഷേ ടീച്ചേഴ്സോ ബാക്കിയുള്ളവർ പോയിട്ട് അത് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് പോസിറ്റീവായിട്ടുള്ള ഒരു മെസ്സേജാണ് കമ്മ്യൂണിറ്റിയിലോട്ട് പോകുന്നത്. പക്ഷേ ആൾക്കാരിപ്പോഴും നമ്മൾ എന്താ പറയുന്നത് 2025 ആയെങ്കിലും ആൾക്കാരിപ്പോഴും 1980s തന്നെയാണ് പലതിനകത്ത് നിൽക്കുന്നത് എന്നുള്ളതാണ് അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ